എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്രയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നാളെ നമ്മൾ കാണാൻ പോകുന്ന കാത്തിരുന്ന മുഹൂർത്തമാണ് ഇഷിതയുടെ മഹേഷിന്റെയും വിവാഹം. ഇത്രയും ദിവസം ആ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് മനസ്സിനെയും രചനയൊക്കെ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ആ പ്രതിബന്ധങ്ങളെല്ലാം മറികടന്ന് മഹേഷ് ഇഷിതയെ കഴുത്തി താലിയാർത്തോണം. അത് കണ്ട് തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കാനേ രചനയ്ക്കാണേലും മനസ്സിനേക്കാണേലും പറ്റുള്ളൂ. അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇന്ന് കണ്ടു മനസ്സിനോട് ഫോണിലേക്ക് വിനോദ് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേന്ന് ചോദിക്കുകയാണ്. എല്ലാം ഓക്കെയാന്ന് പറയാ. അപ്പൊ ഈ ഫോൺ വിളിക്കണ സമയത്തൊക്കെ മനസ്സിന് അവിടെ ഇവിടെ മാറി മറിഞ്ഞൊക്കെ നിന്നാ വിളിക്കണേ. ആരും കേൾക്കാൻ പാടില്ലല്ലോ. ബാത്റൂമിൽ വരെ കയറി കഥ അടിച്ചെന്നാണ് സംസാരിക്കുന്നത്. പിന്നീട് നേരെ ഇഷിതയുടെ അടുത്തേക്ക് വരുവാണ്. ഒന്നും അറിയത്തില്ലാത്ത പട്ടിന് അവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇഷിതനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സുമിത്ര അയാളോട് ഓടിപ്പാഞ്ഞ് നടക്കുന്നുണ്ട്. പിന്നീട് വിനോദ് നേരെ ആകാശിനെ വിളിക്കുകയാണ്. ആകാശിനെ വിളിച്ചിട്ട് എവിടെയാന്ന് ചോദിക്കുക. ദേ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നോണ്ടിരിക്കുവാന്ന് പറയാ. അല്ല വിനോദ് എവിടെയാ? ഞാനിവിടെ ഓഡിറ്റോറിയം എത്തിന്ന് പറയണം. എന്നെ കാണുമ്പോ എന്റെ അടുത്തേക്ക് വരണ്ട, മാറി എന്നോളാനൊക്കെ പറയണം. കാരണം ഇവരിലൊക്കെ ഒരുമിച്ച് എന്നാൽ ശരിയാകത്തില്ലെന്ന് അവരുടെ മനസ്സിലിരുന്ന് അവർക്ക് തോന്നി. പിന്നീട് ആരോഗ്യമന്ത്രി മനസ്സിനെ വിളിക്കുന്നുണ്ട്. മനസ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഇഷിതയുടെ കാര്യം എങ്ങനെയായി? എല്ലാം ഓക്കെയാ സാർ. കാരണം ഇനിയിപ്പൊ കുറച്ച് സമയം മാത്രമല്ലേ ഉള്ളൂ. വരനും കൂട്ടരും എത്തിയെന്ന് ചോദിക്കാം. ഇല്ല എത്തിയില്ല, അവര് വരാൻ സമയം ആവുന്നുള്ളെന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്യുക. ആ സമയത്ത് മാഷും പ്രിയാമണിയൊക്കെ ആണെങ്കിൽ എല്ലാരും സ്വീകരിക്കാനായിട്ടൊക്കെ ഓടി നടക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷും സ്വപ്നവല്ലിയും രാമനാഥനും എല്ലാരും കൂടെ വരുന്നുണ്ട്. അങ്ങനെ അവര് സ്വീകരിക്കാനായിട്ട് മഹേശ്വരെല്ലാം ചെല്ലുവാണ്. കാല് കഴുകി മഹേഷിനെ അകത്തേക്ക് സ്വീകരിക്കുന്നുണ്ട്. പിന്നീട് ബൊക്കെ കൊടുത്ത് ചിപ്പിമോളും സൂരജും എല്ലാത്തിനും മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാം മഹേഷിനെ അകത്തേക്ക് സ്വീകരിക്കുവാണ്. അകത്തേക്ക് കൊണ്ടുവന്ന് മഹേഷിനെ അവിടെ ഇരുത്തുവാണ്. ഇരുത്തി കഴിഞ്ഞിട്ട് സ്വപ്നവല്ലി ആണെങ്കിലും പ്രിയാമണിയെല്ലാം ഭയങ്കര സന്തോഷത്തോടെ ഉണ്ട് അവന് സംസാരിക്കുന്നതൊക്കെ. ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹൂർത്തമാണല്ലോ. പ്രിയാമണിയോട് ചോദിച്ചു, അല്ല ഇഷിതമോൾ എന്തെന്ന് ചോദിക്കുക. അകത്ത് മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറയണം. ശരി ഒന്ന് കണ്ടിട്ട് വട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഇഷിതനെ കാണാനായിട്ട് ചെല്ലുവാണ് സ്വപ്നവല്ലി. ചെന്ന് കഴിഞ്ഞപ്പം ഇഷിത മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടേച്ചും പറഞ്ഞു, സുന്ദരിയായിട്ടുണ്ട്, ഈ സാരി മോളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് പറയാണ്. ഇപ്പോഴാര് കണ്ടാലും മോളെ ഒന്ന് നോക്കി പോകുന്നു പറയാ. ഇത് കേട്ടെന്ന് മനസ്സിന് പറഞ്ഞു, അത് പിന്നെ അല്ലെങ്കിൽ ഇവള് സുന്ദരി തന്നെയാന്ന് പറയാണ്. പ്രിയാമണി പറഞ്ഞു, അത് ശരിയാ മനസ്സിന് പറഞ്ഞെന്ന് പറയാ. അങ്ങനെ കുറച്ച് സമയം കൂടെ സ്വപ്നവല്ലി അവിടെ നിന്നിട്ടാണ് പിന്നീട് പോരുന്നത്. ഇനിയിപ്പോ കുറച്ച് സമയം മാത്രം മുഹൂർത്തത്തിന് ബാക്കിയുള്ളൂ. ഈ സമയത്ത് മനസ്സിനോട് ചങ്ക് കടന്ന് പടപടാ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഭഗവാനെ എന്നാ ചെയ്യണ്ടേ? ഇനിയിപ്പം 10-15 മിനിറ്റ് മുമ്പ് തട്ടിക്കൊണ്ട് പോകുന്ന പറഞ്ഞ ഇവളെ എങ്ങനെയാലും ബാത്റൂമിലൊന്നും കൊണ്ട് എത്തിക്കണം. ബാത്റൂമിന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് വിനോദ ഏർപ്പാടാക്കിയ ഗുണ്ടകൾ അങ്ങോട്ട് വരുമെന്നാ പറഞ്ഞത്. ആ കൃത്യസമയത്ത് തന്നെ തട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ ഈ കല്യാണം നടക്കും. അങ്ങനെ നടന്നാ പിന്നെ കഷ്ടപ്പെട്ടത് മൊത്തം വെറുതെ ആവും. ആ ഒരു നെഞ്ചിരിപ്പ് മനസ്സിലുണ്ടായിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ട് വന്ന് ആഷിത ചോദിച്ചു, എന്താ അമ്മേ, അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് നിൽക്കും. എന്റെ മുഖമോ? അത് മോൾക്ക് തോന്നുന്നാന്ന് പറയണം. എന്നാ ചിലപ്പോ എനിക്ക് തോന്നുന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം മഹേഷിന്റെ അടുത്തേക്ക് ചിപ്പിമോൾ ഓടി വരുന്നുണ്ട്. ചിപ്പിമോളെ പിടിച്ച് കൊഞ്ചിക്കുന്നൊക്കെയുണ്ട് മഹേഷ്. ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. പിന്നീട് മഹേഷിനെ കൊണ്ടേ മണ്ഡപത്തിലേക്ക് ഇരുത്തുവാണ്. ആദ്യം ചെറുക്കനെയാണല്ലോ കൊണ്ടേ ഇരുത്തണ്ടേ. അങ്ങനെ മഹേഷിനെ കൊണ്ടേ ഇരുത്തി. ഇനിയിപ്പം ഇഷിതേനെയാണ് കൊണ്ടുവരണ്ടേ. അപ്പൊ സുമിത്രയും കൂട്ടരൊക്കെ റെഡിയായി. താലപ്പൊലി എന്തി വേണം അങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട്. പിന്നീട് പ്രിയാമണി വന്നിട്ട് പറഞ്ഞു, അതെ ഇനിയിപ്പൊ പെണ്ണിനെ വിളിക്കാനുള്ള സമയമായെന്ന് പറയാണ്. അങ്ങനെ പ്രിയാമണിയൊക്കെ അകത്തേക്ക് ചെല്ലുവാണ്. ആ സമയം ഇഷിത റെഡിയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് മനസ്സിന് പറഞ്ഞു, മോളെ നിനക്ക് ബാത്റൂമിൽ വല്ലതും പോണോ? ബാത്റൂമിൽ പോണെങ്കിൽ ബാത്റൂമിലൊക്കെ പോയാൽ മതി കേട്ടോ. ഇനിയിപ്പോ എത്ര സമയം കഴിഞ്ഞാലാ? ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞു പിന്നെ ഫോട്ടോഷൂട്ട് കാര്യങ്ങള് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമല്ലേ ബാത്റൂമിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം പ്രിയാമണി പറഞ്ഞു, അത് ശരിയാ, ഒരു കാര്യം ചെയ്യാം, മോള് പോയിട്ട് വാ, ഞാൻ വരാന്ന് പറയണം. പെട്ടെന്ന് മനസ്സിന് പറഞ്ഞു, അതെന്തിനാ? ഞാൻ പോയിക്കോളാം കൂട്ട്, അതിനിപ്പോ കുഴപ്പമൊന്നുമില്ല, താഴെയല്ലേ ബാത്റൂം, ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞോണ്ട് അങ്ങനെ ഇഷിതേനെ കൂട്ടി താഴേക്ക് പോവാണ്. അങ്ങനെ ബാത്റൂമിനകത്തേക്ക് ഇഷിത കയറി കഴിഞ്ഞപ്പോ തന്നെ മനസ്സിനെ അവിടുന്ന് പതുക്കെ മാറുവാണ്. മനസ്സിനെ മാറി കഴിഞ്ഞപ്പോ മനസ്സിയുടെ ഫോണിലേക്ക് കോള് വരുവാണ്. മനസ്സിനെ പറഞ്ഞു, അവള് ബാത്റൂമിലേക്ക് കയറിയിട്ടുണ്ട്, ഇനി നിങ്ങൾ പോയിക്കോളാൻ പറയണം. അങ്ങനെ മനസ്സിനെ അങ്ങോട്ട് പോവാണ്. മനസ്സിന്റെ വിചാരം എന്താ, ഇപ്പൊ അവളെ തട്ടിക്കൊണ്ട് പോകും, ഇനി അതോടുകൂടി കല്യാണം മുടങ്ങും. അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ട് മനസ്സിന് കയറി പോരുക. ഇനിയിപ്പം താൻ ഇപ്പോഴും അങ്ങോട്ട് ചെല്ലട, കുറച്ച് സമയം കഴിഞ്ഞിട്ട് എന്നാ മതി, അപ്പത്തേനും അവളെ കാണാതെ പോയിക്കോളും. പിന്നെ തനിക്ക് എന്തെങ്കിലും റീസൺ പറയാലോ, ആ ഒരു ചിന്തയായിരുന്നു മനസ്സിനെ ഉള്ളില്.
പക്ഷെ എന്ത് ചെയ്യാനാ, വിനോദിന്റെ അവരുടെ പ്ലാനുകളൊക്കെ പൊളിഞ്ഞുപോയി. ഇഷിതനെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് പറ്റിയില്ല. ഇഷിത നേരെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുവാണ്. അതിന്റെ കാര്യം എന്താണെന്ന് അറിയത്തില്ല, നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ അറിയാം. ഒന്നെങ്കിൽ വിനോദ് ചതിച്ചു, കാരണം സ്വന്തം ഏട്ടന്റെ കല്യാണമല്ലേ. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും അവരെയൊക്കെ ചിലപ്പോൾ തെറ്റിദ്ധരിപ്പിച്ചായിരിക്കും ഈ കല്യാണം നടക്കണമെന്ന് തന്നെയായിരിക്കും വിനോദിന്റെ മനസ്സിലെ ആഗ്രഹം. എന്താണെന്നറിയില്ല. എങ്ങനെയാണെങ്കിലും ഇഷിതനെ തട്ടിക്കൊണ്ടു പോകാൻ പറ്റിയില്ല. ഇഷിത നേരെ ബാത്റൂമിൽ നിന്ന് കയറി മണ്ഡപത്തിന് അങ്ങോട്ട് വരുമ്പോൾ മനസ്സിനെയും വിചാരിച്ചോണ്ടിരിക്കുക, ദൈവമേ ഇപ്പൊ അവളെ കൊണ്ടുപോയി കാണുമായിരിക്കും, രക്ഷപ്പെട്ടു, ഇനി കരയാൻ തയ്യാറായിട്ട് നിൽക്കണം. അങ്ങനെ ഒരു ചിന്തയോട് കൂടി നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പ്രിയാമണി വന്നിട്ട് അല്ല ഇതെന്താ ഇഷിത എന്തെന്ന് ചോദിക്കണം. ഇഷിത ബാത്റൂമിലേക്ക് കയറി. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോന്നെന്ന് പറയാണ്. എനിക്കൊരു കോള് വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങോട്ട് കയറി പോന്നെന്ന് പറയണം. അയ്യോ അവള് തന്നെയാണോ, അവിടെ ഇങ്ങോട്ട് കയറി വരുമല്ലോ എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷിത അങ്ങോട്ട് കയറി വരുവാണ്. ആ വര അപ്രതീക്ഷിതമായിരുന്നു മനസ്സിനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലേ. ഇവളെ തട്ടിക്കൊണ്ടു പോകുന്നു പറഞ്ഞിട്ട് ഇവളെ കൊണ്ടുപോയില്ലേ, എന്താ ഏതാന്നൊന്നും മനസ്സിലായില്ല. പിന്നെ സുയിത്രയും കൂട്ടുകാരും എല്ലാരും കൂടെ വന്നിട്ട് ഇഷിതേനെ താലപ്പൊലി ഏന്തി അങ്ങോട്ട് മണ്ഡപത്തിലേക്ക് കൊണ്ടുപോവാണ്. പ്രിയാമണി മാഷും എല്ലാരും കൂടെ ചേർന്ന്. മനസ്സിനേക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പ്ലാനുകളെല്ലാം പൊളിഞ്ഞെന്ന് മനസ്സിലായി. മണ്ഡപത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ സമയം രജന ആകാശം അങ്ങോട്ട് വരുവാണ്. അപ്പൊ അവരുടെ വിചാരം എന്താ, ഇപ്പൊ കല്യാണം മുടങ്ങും, അവിടെ ഒരു കൂട്ടക്കരച്ചിൽ വരും. അപ്പൊ അത് കണ്ടിട്ട് പോകാന്നോർത്ത് വന്ന രജന ആകാശം കാണുന്ന മണ്ഡപത്തിലേക്ക് വന്നിരിക്കുന്ന ഇഷിതേനെയാണ്. അവർക്കൊന്നും മനസ്സിലായില്ല, എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലായില്ല. അങ്ങനെ ആ നല്ല മുഹൂർത്തത്തിൽ തന്നെ മഹേഷ് ഇഷിതയുടെ കഴുത്തില് താലി ചാർത്തുവാണ്. അതിന് സാക്ഷിയാകാണ്ട് വന്നു രജനയ്ക്കും ആകാശിനും ഒക്കെ. ആകാശ് രജനയോട് വലിയൊരു ഉപമയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മരത്തിന് മുകളിൽ വലിയൊരു പഴം നിൽക്കുന്ന കാണുമ്പോൾ മഹേഷ് ആർത്തിയോടെ അത് പറിക്കാൻ ചെല്ലും. അവസാനം മഹേഷ് മരത്തിലേക്ക് കയറി കഴിയുമ്പോൾ തള്ളിയിടുമെന്നൊക്കെ. പക്ഷെ ഒന്നും നടന്നില്ല. അവസാന നിമിഷം മഹേഷ് ഇഷിതയുടെ കഴുത്തി താലി ആർത്തുന്നുണ്ട് രജനയ്ക്ക് തകർന്നു നിൽക്കാനേ സാധിച്ചുള്ളൂ. രജനയ്ക്ക് മനസ്സിലായി ചിപ്പിമോളെ തനിക്ക് നഷ്ടമായെന്ന്. എല്ലാരും അങ്ങനെ ആശംസകളൊക്കെ അർപ്പിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അവർ നിൽക്കുക. ഇനിയിപ്പോ കാണാൻ പോകുന്ന ഇഷിത വലതുകാലി വെച്ച് വീട്ടിലേക്ക് എന്ന് കയറുവാണ്. പക്ഷെ അവരുടെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ തകർന്നു പോയെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഇനി എന്തായിരിക്കും അവരുടെ അടുത്ത നീക്കം അറിയത്തില്ല. കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാനായിട്ടായിരിക്കും ഇനി അടുത്ത ശ്രമം നടത്തുന്നത്. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അപ്പൊ നാളെ രാവിലെ തന്നെ ഇതിന്റെ ഫുൾ വിശേഷമായിട്ട് വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.